ഹായ് ഹലോ എല്ലാവർക്കും അസ്സാം വലൈക്കും. അങ്ങനെ സുഫേറ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ പെരുന്നാൾക്കൊക്കെയുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അങ്ങനെ ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കട്ടോ. അപ്പോൾ ഇത്തിരി മേക്കപ്പൊക്കെ ആവാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കണ്ണാടിൻ്റെ മുന്നിൽ ഒന്നും കൂടി ഭംഗിയുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ നമുക്ക്. അത് ഏത് പെണ്ണുങ്ങളെ ഒരു ഉത്സാഹമുള്ള പരിപാടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും ഇത് വീഡിയോ കണ്ടു നോക്കിട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനും 3 മക്കളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ പോകട്ടെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മൂത്ത ആളെ കാണുന്നില്ല കേട്ടോ വീഡിയോയിൽ. അത് പറഞ്ഞാണ്ട് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നീളമല്ല, അപ്പോൾ അവർ നീളമുണ്ട്, അങ്ങനെ ഓനെ കിട്ടണില്ല. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് 2 മക്കളും മറ്റവനും ഇരുന്ന് കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ മേപ്പാടി എത്തി. പിന്നെ ഞങ്ങൾ 9:45 ബസ്സിനാണ് പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു കടയുണ്ടത്. എന്തായാലും വേണ്ടില്ല പറഞ്ഞിട്ട് നമ്മൾ അതിൽ കയറിട്ടോ. അത് ആദ്യം കുട്ടികൾക്കായിട്ട് എടുക്കുന്നത്. കാരണം അവർക്ക് നല്ല ഡ്രസ്സൊക്കെ ആയിക്കോട്ടെ വിചാരിച്ച് കണ്ടതൊക്കെ അവർ കണ്ടെടുത്തു കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല അത്യാവശ്യം ലൂസും കാര്യങ്ങളൊക്കെ അല്ല, അങ്ങനത്തെ പാൻറ്റൊക്കെയാണ് കേട്ടോ നോക്കണത്. അപ്പോൾ ഒരാൾക്കൊന്നും എടുത്താലും ഒരാൾക്കൊന്നും പറ്റില്ല. അങ്ങനെ 3 പേർക്കും ആദ്യം കിട്ടിയിട്ട് കേട്ടോ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോകണം കേട്ടോ. അങ്ങനെ ഇത് ഓരോന്നും ഇട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ലാസ്റ്റായിട്ട് പോണത്. ഞങ്ങൾ 28-ാം തീയതിയാണ് കേട്ടോ പോണത് തന്നെ. അപ്പോൾ കാക്ക ടൗണിലുണ്ടായിരുന്നു. അങ്ങനെ കാക്ക അവിടെ നിന്ന് വന്നു കേട്ടോ. അങ്ങനെ അതേ മുത്തുമോനും റിച്ചുമോനും സച്ചിമോനൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് രണ്ടാൾക്ക് എന്തെങ്കിലും ഒന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ ഇതേ ഓരോരോന്ന് ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അങ്ങനെ ഓർക്ക് എടുത്തു കേട്ടോ. എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറേ വലിച്ചിട്ടു കേട്ടോ. അപ്പോൾ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കുറേ ഒന്നും എനിക്ക് അതിന് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. കുറേ നോക്കിട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു ഒതുക്കത്തിലുള്ളതൊക്കെ ഞാൻ അങ്ങനെ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ലാണ്ട് കുറേ എണ്ണം നോക്കിട്ടോ. അങ്ങനെ അവിടുന്ന് മക്കളുടെ മാത്രം എടുത്തിട്ടോ. വേറെ കടയിൽ നിന്നാണ് രണ്ടാമത്തെ ആൾക്ക് ഷർട്ടും എനിക്ക് കൊടുക്കണം കേട്ടോ. രണ്ടാമത്തെ ആൾക്ക് വിചാരിച്ചതൊന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ വണ്ടിയിൽ സാധനങ്ങൾ വെച്ച് കണ്ടു വേറെ കടയിൽ പോകാനും കണ്ട് ഞങ്ങളെല്ലാവരും അങ്ങനെ ആ കടയിൽ പോകാൻ കേട്ടോ. അങ്ങനെ എന്താക്കി ഈ സാരിക്കാരനെ ഈ കടയിൽ കയറി കേട്ടോ. എല്ലാത്തിലും നല്ല കളക്ഷൻസ് ഉണ്ട്, പക്ഷെ നമുക്കിത് പറ്റണ്ടേ. അങ്ങനെ അതേ കുറേ വലിച്ചിട്ട് ഇവിടെയും കുറേ വലിച്ചിട്ടോ. ഏതായാലും ഒന്ന് കിട്ടിട്ടോ. അങ്ങനെ അവിടുന്ന് അങ്ങനെ അതൊക്കെ എടുത്ത് ബില്ലൊക്കെ പാക്കാക്കി എന്താക്കി അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അങ്ങനെ എന്താക്കി നമ്മൾ ഫാൻസി എടുക്കണം, അല്ല ഫാൻസി അല്ല ഗ്യാരണ്ടി എടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വളയൊക്കെ കുറച്ച് കളർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് 2 വള എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ മാലയൊന്നും വേണ്ട, മാല ഇട്ടിട്ടും വലിയ കാര്യമല്ല, അപ്പോൾ വേഗം കളർ പോട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അത് വേണ്ട, വെറും വള മാത്രം മതി കേട്ടോ. അങ്ങനെ 2 വള നോക്കി എന്താക്കി നല്ല വള എടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ പർച്ചേസിങ് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഡ്രസ്സിങ്ങിൻ്റെ പർച്ചേസിങ് കഴിഞ്ഞു, വളൻ്റെ പർച്ചേസിങ് കഴിഞ്ഞു. മോനിക്കതേ ഒരു ബെൽറ്റ് എടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓനും രണ്ടാമത്തെ ആളും പോയിങ്ങാണ്ട് അങ്ങനെ അത് കൊടുത്തങ്ങാണ്ട് പോകുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോരുക കേട്ടോ. പോയ ഉത്സാഹമൊന്നുമില്ല കേട്ടോ. പറ്റനങ്ങ് താള് പോലെ കേട്ടോ. അപ്പോൾ ഇതേ കണ്ടാൽ തന്നെ അറിയാലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോകുന്നു കേട്ടോ. ഒന്ന് വീട്ടിലേക്ക് എത്തി കിട്ടിയാൽ മതിയുള്ളൊരവസ്ഥയിലായിരുന്നു കേട്ടോ. ഒന്നാമത് വെയിൽ, നോമ്പ്, ഇത് രണ്ടിൻ്റെ ഇടയിലും ഭയങ്കര കുഴക്കം ക്ഷീണമായി പോയിട്ടോ. കാരണം പിടിച്ചെടുത്തൊന്നുമല്ല നമ്മൾ നിൽക്കുന്നത്, കാരണം അത്രയും കുഴങ്ങിപ്പോയി. ഉച്ചയായി ഞങ്ങൾ വന്നപ്പോൾ തന്നെ. അങ്ങനെ അത് നമ്മൾ കറിക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം മീനാണ് വെട്ടി കൊടുത്തിട്ടാ കേട്ടോ. ചൂതമീനും നമ്മൾ പപ്പടം മുളകിന് കറി അതുമാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ സീഡ് മീനാണെന്തോ പറയുമോ, കത്തറ അറിയില്ല ഇവിടുത്തത്. അങ്ങനെ അതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു പൊരിക്കാനത്. ഒന്ന് വെള്ളമില്ലാതെ വരട്ടി വെക്കുകയും ചെയ്യാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ അതിനൊക്കെ അങ്ങനെ ഉണ്ടാക്കേണ്ട. എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അത്ര വലിയ പ്രശ്നമില്ല. എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെ യാത്ര ചെയ്ത് എനിക്ക് ഭക്ഷണം അങ്ങനെ വേണമെന്നില്ല, ഇത്തിരി വെള്ളം എപ്പോഴും കിട്ടണം. എന്തെങ്കിലും തണുത്ത വെള്ളം, നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ തണുപ്പിൽ വെള്ളം തട്ടണം, എന്നാലാണ് അങ്ങനെ ക്ഷീണവും കാര്യങ്ങളൊക്കെ പോകുള്ളൂ കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നാണ് കേട്ടോ അതിന് വോയിസ് കൊടുക്കണത്. ഇവിടെ നല്ല പടക്കമൊക്കെ പോയിട്ടുണ്ട്, അതിൻ്റെ ഒച്ചത്തിൽ എന്തായാലും കേൾക്കണുണ്ടായിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇത് പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ പെരുന്നാളാണ്. അപ്പോൾ ആ ഒരു സമയത്തിന് നമ്മളത് പെരുന്നാളിൻ്റെ എല്ലാം ഇടുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ഇടാൻ പറ്റില്ല. അപ്പോൾ അത് വേഗം വോയിസ് കൊടുത്തുകൊണ്ട് ഇടുന്നത്. എന്താ പറയുക, നമ്മളിത് കറിയൊക്കെ വെച്ച് വന്ന് നോക്കുമ്പോൾ നമുക്ക് പുളിയൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് വെള്ളം ഒഴിച്ചിട്ട് സുറുക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാക്കണം നമ്മൾ മീൻ മുളക് വെച്ചിരിക്കണം, മീൻ കറിയൊക്കെയുള്ളതും അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചോറ് അടുപ്പത്ത് വെച്ചിരിക്കണം. അങ്ങനെ ചോറായി, റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിട്ട് അതുമായി. നമുക്ക് കറിയുമായി കേട്ടോ. നമുക്ക് ഇവിടെ വൈകുന്നേരം ആയപ്പോൾ നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നു പള്ളിയിൽ നിന്ന് നമുക്കൊരു കിറ്റ് ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ്, എന്തായാലും നമ്മളെ പെരുന്നാൾ കഴിക്കാനുള്ളൊരു കിറ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് തന്നവർക്ക് എന്തായാലും
ഇൻഷാ അള്ളാ അടുത്ത പെരുന്നാളിന് കൊടുക്കാനുള്ളതെല്ലാം നമുക്ക് നല്ല എല്ലാവർക്കും കൂടുതലും കൊടുക്കാനുള്ളൊരു വിധി എന്തായാലും ഉണ്ടാവട്ടെ കേട്ടോ. ഇന്ന് പിന്നെ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ എന്താക്കി, എണ്ണക്കടി എനിക്ക് വയ്യാത്തതുകൊണ്ടായിട്ട് ഉണ്ടാക്കാത്തില്ല എന്നിട്ടല്ല. അപ്പം ഞാൻ എന്താക്കി, മുട്ട ഒന്ന് പുഴുങ്ങിയിട്ട് മസാല ആക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ പിന്നെ കാക്ക എന്നത് ആ കടി ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ പിന്നെ കാക്ക സച്ചിമോനെയും കൊണ്ടുപോയിട്ട് അങ്ങനെ കടി വാങ്ങിക്കൊടുത്തിട്ടോ. അങ്ങനെ അതേ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കണം, ഞാൻ അങ്ങനെ പോയിട്ട് കിടന്നുറങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ രണ്ടാമത്തെ മോനും ചെറിയ മോനും കേട്ടോ പിന്നെ പാത്രമൊക്കെ കൊണ്ടുവച്ചതും മേശൊക്കെ തുടച്ചൊക്കെ നന്നാക്കി കേട്ടോ. അപ്പോൾ ഏതായാലും ഭയങ്കര ക്ഷീണമായി പോയിട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ കുഞ്ഞു വീഡിയോസ്. ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.